പ്രിയപ്പെട്ട കുട്ടികളെ, സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ 4 മൊഡ്യൂൾ നമ്മൾ ഇതിനകം എടുത്തു കഴിഞ്ഞു. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ 5ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക, ഒപ്പം പ്രോബ്ലംസ് ഒപ്പം ചെയ്ത് നോക്കുക. കിട്ടുമെന്നുള്ളത് ശ്രമിക്കുക, നിങ്ങൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വായിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ and carbon tetrachloride if 22 gram of benzene is dissolved in 122 gram of carbon tetrachloride. എങ്ങനെ പറയുന്നത്? 22 gram benzene is dissolved in 122 gram carbon tetrachloride. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്? മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ ആൻഡ് കാർബൺ ടെട്രാക്ലോറൈഡ്. മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ ഈക്വൽ ടു, എങ്ങനെ നമ്മൾ കാണുക? ഈക്വൽ ടു എങ്ങനെയായിരുന്നു ഇക്വേഷന്? മാസ് ഓഫ് ബെൻസീൻ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. സോ മാസ് ഓഫ് ബെൻസീൻ ഹിയർ 22 gram ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ എങ്ങനെയാണ്? 22 + 122 സൊല്യൂട്ടും സോൾവെൻ്റ് കൂടി ആഡ് ചെയ്യുക ഇൻറ്റു then okay 100 or that is equal to, ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും 15.27 എന്ന് കിട്ടും. 15.27%. ഇതേപോലെ പെർസെൻറ്റേജ് ഓഫ് ഇനി ഏതാണുള്ളത്? CCl4 ഈക്വൽ ടു, CCl4ൻ്റെ മാസ് 122 ഡിവൈഡഡ് ബൈ 122 പ്ലസ് then 22 ഇൻറ്റു 100 or that is equal to, ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും 84.73% എന്ന് കിട്ടും. സോ ഓക്കെ, then mass percentage മനസ്സിലായല്ലോ. എങ്ങനെ മാസ് പെർസെൻറ്റേജ് ഓഫ് എ കോമ്പണൻറ്റ് ഈക്വൽ ടു മാസ് ഓഫ് കോമ്പണൻറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇതാണ് ഇവിടെ ചെയ്തത്. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 30% ബൈ മാസ് ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ്. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യന്? കാൽക്കുലേറ്റ് the mole fraction of benzene in a solution containing 30% by mass in carbon tetrachloride. എന്താണ് ഈ 30% എന്ന് പറഞ്ഞാൽ? എന്താ ഇതിൻ്റെ മീനിങ്? എന്താ 30% എന്ന് പറഞ്ഞാൽ? 30 gram benzene in solution, in 100 gram solution എന്നാണ് അതിൻ്റെ മീനിങ്. മാസിലാണ് 30% ബൈ മാസ് എന്നാണ് പറഞ്ഞത്. സോ ഇവിടെ സൊല്യൂഷൻ്റെ ടോട്ടൽ മാസ് ആണ് 100 gram. ഇത് മാസ് ഓഫ് ബെൻസീൻ. സോ മാസ് ഓഫ് CCl4 എത്രയായിരിക്കും? CCl4 ഈക്വൽ ടു 100 മൈനസ് 30, ദാറ്റ് ഈസ് ഈക്വൽ ടു 70 gram. ക്ലിയർ ആണല്ലോ? ദെൻ സൊല്യൂഷൻ്റെ മാസ് സൊല്യൂട്ടിൻ്റെ മാസ് മൈനസ് ചെയ്യുക. ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്? ക്വസ്റ്റ്യനിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. എങ്ങനെ മോൾ ഫ്രാക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ബെൻസീൻ ഈക്വൽ ടു ദെൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് CCl4. ഇനി എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ ഈക്വൽ ടു വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. എത്രയാണ് ബെൻസീൻ്റെ മോളിക്കുലാർ ഫോമിൽ? എത്രയാണ്? C6H6 അല്ലേ കിട്ടുന്നത്? C6 6 കാർബൺ 6 × 12 പ്ലസ് 6 × 1 എത്ര കിട്ടുക നിങ്ങൾക്ക്? ഇതെത്ര കിട്ടുന്നത്? 72 + 6 78. ദെൻ 30 ഡിവൈഡഡ് ബൈ 78, ഇതിൻ്റെ വാല്യൂ 0.385 എന്ന് കിട്ടും. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് CCl4 എത്ര കിട്ടേണ്ടത്? ഇവിടെ 70 ഡിവൈഡഡ് ബൈ എത്ര? CCl4ൻ്റെ മോളിക്കുലാർ മാസ് കിട്ടുക. ദെൻ കാർബൺ 12, ക്ലോറിന് 35.5, 35.5 × 4 എത്ര കിട്ടുക? ദെൻ ഓക്കെ പ്ലസ് കാർബൺ, ഇതിൻ്റെ ടോട്ടൽ കാർബണിൻ്റെ ഇത് 12, ഇതിൻ്റെ ടോട്ടൽ മോളിക്കുലാർ മാസ് എത്ര കിട്ടുന്നത്? 71, 142, ദെൻ 154 or that is equal 70 ഡിവൈഡഡ് ബൈ 154 ചെയ്താൽ 0.454 എന്ന് കിട്ടും. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മോൾ ഫ്രാക്ഷൻ ആണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്പർ ഓഫ് മോൾസ് ചെയ്ത് മനസ്സിലായല്ലോ. 0.385 ഡിവൈഡഡ് ബൈ 0.385 പ്ലസ് CCl4ൻ്റെ 0.454. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ കിട്ടും 0.459 എന്ന് കിട്ടും. 0.459
9. ഇതാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ കിട്ടുക. ഇനി ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് CCl4 കാണണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എളുപ്പമാണ്, 2 കോമ്പണൻറ്റേ ഉള്ളൂ. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേ മോൾ ഫ്രാക്ഷൻ ഓഫ് CCl4 കാണണമെങ്കിൽ 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ചെയ്താൽ പോരെ, ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.459 ചെയ്താലും മതി. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് CCl4 കിട്ടും. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് 30% മാസ് ബൈ ബെൻസീൻ സൊല്യൂഷൻ ഇൻ 30%, ഇങ്ങനെ ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്നത് 30% ബൈ മാസ് ബെൻസീൻ സൊല്യൂഷൻ ഇൻ CCl4 എന്നാണ്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ മീൻ ചെയ്യുന്നത് 30 ഗ്രാം ഇൻ 100 ഗ്രാം സൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ ഓക്കെ സോൾവെൻറ്റിൻ്റെ മാസ് കാണുകയും സൊല്യൂഷൻ്റെ മാസ് സൊല്യൂട്ടിൻ്റെ മാസ് മൈനസ് ചെയ്താൽ മതി. നോ തേർഡ് ക്വസ്റ്റ്യൻ. Question number 3. Calculate the molarity of a solution containing 5 gram NaOH in 450 ml solution. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? W2 ഡിവൈഡഡ് ബൈ M2. വോള്യൂം ഇൻ മില്ലി ലിറ്റർ ആണെങ്കിൽ ഇൻറ്റു 1000, ലിറ്റർ ആണെങ്കിൽ വേണ്ട നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് പറഞ്ഞത്? 5 ഗ്രാം NaOH ആണ്. NaOHൻ്റെ മോളിക്കുലാർ മാസ് എങ്ങനെയാണ് നമ്മൾ കാണാം? സോഡിയത്തിൻ്റെ 23, ഓക്സിജൻ്റെ 16, ഹൈഡ്രജൻ്റെ 1, 40 ആണ് കിട്ടുക. വോള്യൂം 450 ml ആണ്. ഇൻറ്റു എന്താ ഉള്ളത്? 1000. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടുക? 0.278 മോൾ പെർ ലിറ്റർ എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. മോൾ പെർ ലിറ്റർ 0.278 മോൾ പെർ ലിറ്റർ. നോ തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോ ഫോർത്ത് വൺ. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് സൊല്യൂഷൻ. 2 ഉണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻ ആണ് അതിൽ വരുന്നത്. ഒന്ന് 30 ഗ്രാം കൊബാൾട്ട് നൈട്രേറ്റ് 6H2O ഇൻ 4.3 ലിറ്റർ സൊല്യൂഷൻ എന്നാണ്. മൊളാരിറ്റി തന്നെയാണ്. എങ്ങനെ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2. വോള്യൂം ലിറ്ററിലാണ് അവിടെ തന്നത്, അപ്പോൾ അത് മതി. എത്രയാണ് W2 തന്നത്? 30 ഗ്രാം ആണ്. 30 ഗ്രാം. ക്വസ്റ്റ്യൻ ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? കൊബാൾട്ട് നൈട്രേറ്റ് ആണ്. എങ്ങനെ ഫോർമുല? CONO3 ട്വൈസ് ദെൻ 6NO3 ട്വൈസ് ദെൻ 6H2O ഇങ്ങനെ കൊടുത്ത്. എങ്ങനെ ഇതിൻ്റെ മോളിക്കുലാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കൊബാൾട്ടിന് 59, നൈട്രജൻ എത്രയുള്ളത്? 14, ദെൻ അങ്ങനെ ഇൻറ്റു 2. ഓക്സിജന് നമ്മൾ 16 ഇൻറ്റു 6 ഉണ്ടാവും, 6. പിന്നെ വാട്ടർ 6 മോളിക്യൂളുണ്ട്, 6 ഇൻറ്റു 18. ഇത് നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 297 എന്ന് കിട്ടും. 297 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 297 ഇൻറ്റു വോള്യൂം ഓഫ് സൊല്യൂഷൻ എത്രയാണ് പറഞ്ഞു? 4.3 ആണ് പറഞ്ഞത്. 4.3 ലിറ്റർ ആയിരുന്നു. സോ നമുക്ക് ആൻസർ കിട്ടും. എത്ര ഇതിൻ്റെ ആൻസർ? 0.023 മോൾ പെർ ലിറ്റർ എന്ന് കിട്ടും ആൻസർ. 0.023 മോൾ പെർ ലിറ്റർ. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പോൾ ഇതിൽ കൊബാൾട്ട് നൈട്രേറ്റിൻ്റെ മോളിക്കുലാർ മാസ് കാണുന്നതേ ഒരു പ്രത്യേകത ഉള്ളൂ. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 30 ml ഓഫ് 0.5 മോളാർ സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ഈസ് ഡയല്യൂട്ടഡ് ടു 500 ml. എങ്ങനെയാണ്? 30 ml 0.5 മോളാർ സൾഫ്യൂരിക് ആസിഡ് ഡയല്യൂഷന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 30 ml 0.5 മോളാർ സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ഡയല്യൂട്ടഡ് ടു 500 ml. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇതൊരു സൊല്യൂഷൻ നമ്മൾ ഡയല്യൂട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ആസിഡിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചു. ഇങ്ങനെ ഡയല്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷനാണ് M1V1 ഈക്വൽ ടു M2V2. എല്ലാവരും പഠിച്ചു വെക്കണേ. M1 എന്ന് പറഞ്ഞാൽ ബിഫോർ, ദെൻ മൊളാരിറ്റി ബിഫോർ ഡയലൂഷൻ. V1 എന്ന് പറഞ്ഞാൽ വോള്യൂം ബിഫോർ ഡയലൂഷൻ. M2 മൊളാരിറ്റി ആഫ്റ്റർ ഡയലൂഷൻ. V2 വോള്യൂം ആഫ്റ്റർ ഡയലൂഷൻ. ക്ലിയർ ആണോ അത്? അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. M1 0.5 ഇൻറ്റു 30 ദാറ്റ് ഈസ് ഈക്വൽ ടു M2 ഇൻറ്റു 500. വോള്യൂം V2 500 ആണ്. സോ M2 ഈക്വൽ ടു 0.5 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 500 ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും 0.03 എന്ന് കിട്ടും. 0.03 മോൾ പെർ ലിറ്റർ എന്ന് കിട്ടും. ഇതാണ് ആൻസർ കിട്ടും. 0.03 മോൾ പെർ ലിറ്റർ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4 കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 5? കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് യൂറിയ റിക്വയർഡ് ഇൻ മേക്കിംഗ് 0.25 മോളാർ അക്വസ് സൊല്യൂഷൻ യൂസിങ് 2.5 കിലോഗ്രാം ഓഫ് വാട്ടർ. എങ്ങനെയാണ്? ദെൻ 0.25 മോളാർ അക്വസ് സൊല്യൂഷൻ ഉണ്ടാക്കണം. ദെൻ യൂറിയയുടെ എന്താ തന്നാൽ എന്താണ്? 2.5 കിലോഗ്രാം വാട്ടർ ഉപയോഗിച്ചിട്ട് എന്താ ഇപ്പോൾ ഉപയോഗിക്കേണ്ടത്? മൊളാലിറ്റിയാണ്. മോളാൽ സൊല്യൂഷനാണ്. മൊളാലിറ്റി
നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? മൊളാലിറ്റിക്ക് എന്താ നമ്മൾ ഇക്വേഷൻ അറിയോ നിങ്ങൾക്ക്? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2. W1 കിലോഗ്രാമിലാണെങ്കിൽ 1000 വേണ്ട, ദെൻ ഗ്രാമിലാണെങ്കിൽ ഇവിടെ 1000 ഉപയോഗിക്കും. ഇനി ഇവിടെ മൊളാലിറ്റി എത്ര പറഞ്ഞത്? 0.25 മോളാൽ സൊല്യൂഷനാണ്. ദെൻ ഇനി W2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, മാസ് ഓഫ് യൂറിയ. ഇനി അടുത്തത് മോളിക്കുലാർ മാസ് ഓഫ് യൂറിയ NH2CO NH2, ഇതാണ് യൂറിയയുടെ ഫോർമുല. നൈട്രജൻ 2 എണ്ണം 28 പ്ലസ് ഹൈഡ്രജൻ 4 എണ്ണം 4, കാർബൺ 12, ദെൻ ഓക്സിജൻ 16. ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടാം? ദെൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 എന്ന് കിട്ടും. 60 അപ്പോൾ അവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 60 ഇൻറ്റു W1 2.5 കിലോഗ്രാം വാട്ടറാണ് ഉപയോഗിക്കുന്നത്. സോ 2.5 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ W2 ഈക്വൽ ടു 0.25 ഇൻറ്റു 60 ഇൻറ്റു 2.5 എന്ന് ആൻസർ കിട്ടും. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും 37.5 ഗ്രാം. 37.5 ഗ്രാം ആൻസർ കിട്ടും. ക്ലിയർ ആണോ? മൊളാലിറ്റിയാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് molarity and mole fraction of potassium iodide. If the density of 20% aqueous potassium iodide is 1.202 gram per liter. 20% potassium iodide solution and the density 1.202 gram per centimeter cube എന്നാണ് തന്നിട്ടുള്ളത്. ഇത്രയാണ് അതിൽ തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഗ്രാം പെർ മില്ലി ലിറ്റർ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം, മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം, ആൻഡ് മോൾ ഫ്രാക്ഷനും കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 20% എന്നുള്ളത് ബൈ മാസ് ആണ് തന്നിട്ടുണ്ട്, മാസ് ബൈ മാസ് ആണ് തന്നിട്ടുണ്ട്. എന്താ നമുക്കറിയാൻ പറ്റുക? എന്താണ് ഈ 20% എന്നുള്ളത്? നമുക്കറിയാമല്ലോ. 20 ഗ്രാം പൊട്ടാസ്യം അയോഡൈഡ് ഇൻ 100 ഗ്രാം സൊല്യൂഷൻ എന്നാണ് ഇതിൻ്റെ മീനിങ്. 100 ഗ്രാം സൊല്യൂഷൻ. ക്ലിയർ ആണോ അത്? അപ്പോൾ മാസ് ഓഫ് വാട്ടർ ഈക്വൽ ടു എത്രയാണ്? മാസ് ഓഫ് വാട്ടർ ഈക്വൽ ടു എത്രയാണ്? 100 മൈനസ് 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ഇത് പൊട്ടാസ്യം അയോഡൈഡിൻ്റെ മാസ്, ഇത് വാട്ടറിൻ്റെ മാസ്. ഇനി നിങ്ങൾക്ക് പൊട്ടാസ്യം അയോഡൈഡ്, നമുക്ക് ആദ്യം മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. മൊളാരിറ്റിയാണ് ആദ്യം ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നത്. ആദ്യം തന്നത് മൊളാലിറ്റി, പിന്നെ മൊളാരിറ്റി, പിന്നെ അടുത്ത് തന്നത് മോൾ ഫ്രാക്ഷൻ ആണ് തന്നത്. എങ്ങനെ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്? മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. മൊളാലിറ്റിക്കുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മൊളാലിറ്റി ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2, W1 ഇൻറ്റു 1000 ഗ്രാമിലായതുകൊണ്ട്. W2 തന്നു 20 ഗ്രാം. ഇനി എന്താണ് പൊട്ടാസ്യം അയോഡൈഡിൻ്റെ മോളിക്കുലാർ മാസ്? പൊട്ടാസ്യം 39 ആണ്, ഇത് 127 ആണ് അയോഡിൻ്റെ. അപ്പോൾ 166 എന്ന് കിട്ടും. W1 80 ആണ്, ഇൻറ്റു 1000 അല്ലേ? മാസ് ഓഫ് വാട്ടർ 80 അല്ലേ തന്നത്? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 1.51. യൂണിറ്റ് എന്തായിരിക്കും? മോൾ പെർ കിലോഗ്രാം. ഓക്കെ, ഒന്നാമത്തെ ആൻസറായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൊളാരിറ്റി കാണണം. മൊളാരിറ്റി കാണുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ്? മൊളാരിറ്റി ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2 വോള്യൂം ഇൻ ദെൻ ഓക്കെ വോള്യൂം ഓഫ് സൊല്യൂഷൻ മില്ലി ലിറ്ററിലാണെങ്കിൽ ഇൻറ്റു 1000. അപ്പോൾ നമുക്കിവിടെ അറിയാത്തൊരു പ്രശ്നം, ഇത് രണ്ടും അറിയാം, വോള്യം നമുക്ക് അറിയൂല. വോള്യം അറിയണമെങ്കിൽ നമ്മൾ ഡെൻസിറ്റി സമം മാസ് ബൈ വോള്യമാണ്. സോ വോള്യം ഈക്വൽ ടു എന്താണ്? മാസ് ബൈ ഡെൻസിറ്റി. എത്രയാണ് ഇവിടുത്തെ മാസ് ഓഫ് സൊല്യൂഷൻ? എത്രയാണ്? 100 അല്ലേ മാസ് ഓഫ് സൊല്യൂഷന്? ഡെൻസിറ്റിയാണ് 1.202. ഇതാണ് വോള്യം. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താ M2 എത്രയാണ്? പറയാം. W2 എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ 166. വോള്യം നമ്മൾ ഇങ്ങനെ തന്നെ കൊടുത്തേക്കാൻ വേണമെങ്കിൽ ഇതിനൊക്കെ മാസ് 100 ആയിരുന്നു കേട്ടോ, 1000 അല്ല, 100 അല്ലേ മാസ്. 100 ഡിവൈഡഡ് ബൈ 1.202 മോളിൽ 1000. ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുക മൊളാരിറ്റിയുടെ ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നത് 1.45 എന്ന് കിട്ടും. 1.45 മോൾ പെർ ലിറ്റർ എന്ന് കിട്ടും. ചെയ്ത് നോക്കണേ, 1.45 മോൾ പെർ ലിറ്റർ. ഇനി അടുത്തത് അതിൻ്റെ സി പാർട്ട് ഉണ്ട്. ഏതാ സി പാർട്ടിൽ? ഏതാ ഉള്ളത്? സി പാർട്ടിൽ നമ്മളോട് പറയുന്നത് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്? നോക്കൂ, സി പാർട്ടിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. എങ്ങനെ മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ മോൾ ഫ്രാക്ഷൻ ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം 20 ഗ്രാം ആണ്, പിന്നെ 80 ഗ്രാം വാട്ടറല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. മോൾ ഫ്രാക്ഷൻ ഓഫ്
ഏതായിരുന്നു? പൊട്ടാസ്യം അയോഡൈഡ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. എത്ര പൊട്ടാസ്യം അയോഡൈഡിൻ്റെ മാസ്? 20 ഡിവൈഡഡ് ബൈ 166 ഡിവൈഡഡ് ബൈ 20 ഡിവൈഡഡ് ബൈ 166 പ്ലസ് ദെൻ ഓക്കെ വാട്ടറിന് എത്രയും നമ്മൾ 80 ഡിവൈഡഡ് ബൈ 18. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാസ്യം അയോഡൈഡ് ലാസ്റ്റ് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്ക്. നമുക്കിതിൻ്റെ ആൻസർ ലാസ്റ്റ് കിട്ടുന്നത് 0.026 എന്ന് കിട്ടും. 0.26 ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ആൻസർ കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണോ അത്? അപ്പോൾ ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ അവിടെ തന്നത്? 20% പൊട്ടാസ്യം അയോഡൈഡ് ഡെൻസിറ്റി 1.202. എന്താ ഈ 20% എന്ന് പറഞ്ഞാൽ 20 ഗ്രാം ഇൻ 100 ഗ്രാം സൊല്യൂഷനാണ്. മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ മൂന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്മോട് പറയുന്നത് 7th ക്വസ്റ്റ്യൻ H2S എന്നിട്ട് പറയുന്നത് എ ടോക്സിക് ഗ്യാസ് എന്ന് പറയുന്നുണ്ട്. നോക്കണേ, H2S ഒരു ടോക്സിക് ഗ്യാസ് വിത്ത് റോട്ടൺ ലൈക്ക് സ്മെൽ നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അത് ഈസ് യൂസ്ഡ് ഫോർ ദി ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഇഫ് ദ സോലിബിലിറ്റി ഓഫ് H2S ഇൻ വാട്ടർ അറ്റ് STP ഈസ് 0.195 മോളാൽ കാൽക്കുലേറ്റ്. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്? ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ദെൻ സോലിബിലിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഉള്ള ഇക്വേഷൻ ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. P ഈക്വൽ ടു KH ഇൻറ്റു കൈ. ഓർമ്മയുണ്ടോ? ഓർ KH ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ കൈ. P. അപ്പോൾ നമുക്ക് തന്നത് H2S എ ടോക്സിക് ഗ്യാസ് ആണ്. എന്നിട്ട് ഇഫ് സോലിബിലിറ്റി ഓഫ് H2S അറ്റ് STP. അപ്പോൾ STPയിലാണ്. അപ്പോൾ പ്രഷർ STPയിൽ 1 ബാർ എന്ന് എടുക്കാം. ഓക്കെ, എന്നിട്ട് സോലിബിലിറ്റിയാണ് 0.195 മോളാൽ എന്നാണ് തന്നത്. മോളാൽ എന്താ അതിൻ്റെ മീനിങ്? എന്താ 0.195 മോളാൽ എന്ന് പറഞ്ഞാൽ 0.195 മോൾ ഇൻ ഇൻ 1000 ഗ്രാം അല്ലെങ്കിൽ 1 കിലോഗ്രാം സോൾവെൻ്റ് അല്ലേ ഉള്ളത്? സോൾവെൻ്റ്. ഇവിടെ സോൾവെൻ്റ് ഏതാണ്? വാട്ടർ ഏതാണ്? ക്ലിയർ ആണോ ഈ പറഞ്ഞത്? 0.15 മോളാൽ എന്ന് പറഞ്ഞാൽ 0.195 മോളാൽ എന്ന് പറഞ്ഞാൽ 0.195 മോൾ ഇൻ ദെൻ 1000 ഗ്രാം വാട്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇവിടുന്ന് ആദ്യം മോൾ P എത്രയെന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്? കൈ എന്താ നമ്മൾ കാൽക്കുലേറ്റ്? കൈ ഏതായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്? H2S. കൈ H2S ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ അല്ലേ? എങ്ങനെ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്? 0.195 ഡിവൈഡഡ് ബൈ 0.195 പ്ലസ് വാട്ടറിൻ്റെ എത്രയാണ്? വാട്ടറിൻ്റെ 1000 ഡിവൈഡഡ് ബൈ 18 അല്ലേ വേണ്ടത്? ഇത് ചെയ്താൽ 55.55 കിട്ടും കേട്ടോ. ശ്രദ്ധിച്ചോണം, 55.55. ഓക്കെ, അതങ്ങനെ കിട്ടുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദെൻ ഓക്കെ ഇവിടുന്ന് ആൻസർ കിട്ടുക 3.5 ഇൻറ്റു 10⁻³ ചെക്ക് ചെയ്യണേ. ഓക്കെ, 10⁻³ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരുന്നു? P എത്രയായിരുന്നു? പ്രഷർ എത്രയാണ് പറഞ്ഞത്? 1 ബാർ ഡിവൈഡഡ് ബൈ 3.5 ഇൻറ്റു 10⁻³ അല്ലേ? ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ കിട്ടും 285.6 ബാർ എന്ന് കിട്ടും. 285.6 ബാർ. ഓക്കെ, എന്താ ഇപ്പോൾ ചെയ്താൽ എന്തായിരുന്നു? ദെൻ സോലിബിലിറ്റി തന്നിരുന്നു 0.195 മോളാൽ എന്നുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ദെൻ നമ്മോട് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ് H2Sന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. P ഈക്വൽ ടു KH ഇൻറ്റു കൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ദെൻ നൗ 8th ക്വസ്റ്റ്യൻ നോക്കണേ. ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ് A and B at A and B are 450 millimeter of mercury and 700 millimeter of mercury respectively at 350 Kelvin. Find out the composition of liquid mixture if total vapor pressure is 600 mm. Also find out the composition in vapor phase. ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ നോക്കൂ എന്താ ക്വസ്റ്റ്യനിൽ വന്നത് എന്താണ് ഒന്നുകൂടി ഞാൻ പറയാം. ദെൻ എ എന്നുള്ള ലിക്വിഡ് ഉണ്ട്, ബി എന്നുള്ള ലിക്വിഡ് ഉണ്ട്. പ്യുവർ ലിക്വിഡ് എ ഉണ്ട്, ബി ഉണ്ട്. ദെൻ എയുടേത് 450 mm ആണ്, ഇത് 700 mm ആണ്. ഇനിയും at 350 Kelvin. Find out the composition of liquid mixtures if total vapor pressure is P total equal to തന്നിട്ടുണ്ട് 600 ആണ് എന്നുള്ളത്. 600 ആണ് ചോദ്യം. ഇനിയും ഓൾസോ ഫൈൻഡ് ഔട്ട് ദ കോമ്പോസിഷൻ ഓഫ് വേപ്പർ ഫേസ്. അപ്പോൾ ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും കോമ്പോസിഷൻ കാണണം. ലിക്വിഡ് ഫേസിൽ കോമ്പോസിഷൻ കാണണമെങ്കിൽ
പി ടോട്ടൽ ഈക്വൽ ടു റാവോൾസ് ലോ പ്രകാരം നമ്മൾ എഴുതിയിരുന്നു P0A കൈ എ പ്ലസ് P0B കൈ ബി. ഓർമ്മണ്ടോ അത്? പി ടോട്ടൽ 600 mm ഈക്വൽ ടു എത്ര? P0A എത്രയാണ്? 450 ഇൻറ്റു കൈ എ പ്ലസ് ഇതെത്രയാണ്? 700 ഇൻറ്റു കൈ ബി എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ 1 മൈനസ് കൈ എ എന്ന് എഴുതിക്കൂടാ. ഇങ്ങനെ എഴുതല്ലോ. ഓർ ദാറ്റ് ഇസ് ഈക്വൽ ടു 450 പറ 700 ഇങ്ങോട്ട് എടുത്തു. 700 പ്ലസ് പിന്നെ 450 മൈനസ് 700 എന്നല്ലേ ഉണ്ടാവുക? അത്ര ഉണ്ടാവുക -250 കൈ എ എന്നുണ്ടാവും. ശരിയല്ലേ? അത് 250 കൈ എ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങോട്ട് എടുത്താൽ ഇതിനൊക്കെ 250 കൈ എ ഈക്വൽ ടു 100 എന്നല്ലേ ഉണ്ടാവുക? ഓർ കൈ എ ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 250 എത്ര കിട്ടുക? ദെൻ 100 ഡിവൈഡഡ് ബൈ ഇതിനൊക്കെ 0.4 എന്ന് കിട്ടും. ശരിയാണല്ലോ? 0.4 ഇതന്നല്ലേ കിട്ടും. ഇതല്ലേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതല്ലേ 0.4. അങ്ങനെയാണെങ്കിൽ കൈ ബി ഈക്വൽ ടു എന്താ കിട്ടുക? 1 മൈനസ് കൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.4 0.6 എന്ന് കിട്ടി. ക്ലിയർ ആണോ ഈ ചെയ്തത്? ഇപ്പം എന്താ ചെയ്താൽ എന്താ ഒന്നുകൂടി നോക്കൂ, ഞാൻ പറയാം എന്തായാലും ചെയ്തത് നോക്കൂ. ദെൻ ഇതിൽ എയും ബിയും 2 പ്യുവർ സോൾവെൻറ്റ്, ദെൻ അതിൻ്റെ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്, ടോട്ടൽ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. നമ്മൾ പി ടോട്ടൽ ഈക്വൽ ടു റാവോൾസ് ലോ എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. കൈ എ കിട്ടി, കൈ ബി നമ്മൾ ചെയ്തപ്പോൾ കിട്ടി. ഇനി അടുത്ത നമ്മൾ പറയുന്നത് വേപ്പർ ഫേസിലാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡാൾട്ടൺസ് ലോ അപ്ലൈ ചെയ്യാമെന്നുള്ള നമ്മൾ പഠിച്ചിരുന്നു. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിരുന്നു. ദെൻ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് Y1 ഇൻറ്റു പി ടോട്ടൽ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട് ഫസ്റ്റ് ഇയറിൽ പഠിച്ചത്. നമ്മൾ ഈ വർഷം ആ ചാപ്റ്റർ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. Y1 എന്ന് പറഞ്ഞാൽ വേപ്പർ ഫേസിലുള്ള പാർഷ്യൽ പ്രഷറാണ്. Y1 എന്ന് പറഞ്ഞാൽ വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ. or y1 equal to p1 divided or pa equal to y എങ്ങനെ ആക്കാം? ya equal to pa divided by p total. ഇവിടെ എത്ര pa എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ, മനസ്സിലാക്കൂ. P0a ഇൻറ്റു കൈ എന്ന് എടുക്കണ്ടേ, ഡിവൈഡഡ് ബൈ പി ടോട്ടൽ അല്ലേ ഉണ്ടാവുക. എത്രയായിരുന്നു P0a? P0a എത്രയായിരുന്നു നമ്മൾ പറഞ്ഞു? P0a ഇവിടെ നിന്നാണല്ലോ അപ്ലൈ ഉണ്ട്. 450 ഇൻറ്റു 0.4 ഡിവൈഡഡ് ബൈ 600 ഇങ്ങനെ ചെയ്യേണ്ടത്. 450 ഇൻറ്റു 0.4 ഡിവൈഡഡ് ബൈ 600 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 0.3 എന്ന് കിട്ടും. 0.3. അപ്പോൾ പിന്നെ YB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 മൈനസ് YA എന്ന് ചെയ്താൽ മതി. ഓർ 1 മൈനസ് 0.3 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.7. ക്ലിയർ ആണല്ലോ അത്? ഇവിടെ എന്തായിരുന്നു? PA നമ്മൾ പ്യുവർ പ്രഷർ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നേരെ തെറ്റിപ്പോയത്. ഇവിടെ PA ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ പ്യുവർ പ്രഷറല്ലേ തന്നത്, ശരിക്കുള്ള പാർഷ്യൽ പ്രഷർ അല്ലല്ലോ തന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡ്. ഇത് നമ്മൾ ഡാൾട്ടൺസ് ലോ ആണ് അപ്ലൈ ചെയ്തത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് സൊല്യൂഷൻ ലിക്വിഡ് ഫേസിൽ, ഇത് വേപ്പർ ഫേസിലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. The vapor pressure of pure benzene at a certain temperature is 0.850 bar. Benzene 0.850 bar. A non-volatile non-electrolyte solid weighing 0.5 gram when added to 39 gram of benzene 78 molecular mass തന്നിട്ടുണ്ട്. Vapor pressure of solution is then 0.845 bar. ഇത് ബാറിൽ ബാർ. എന്നിട്ട് ക്വസ്റ്റ്യൻ, what is the molar mass of the substance എന്നുള്ളതാണ്. ആക്ച്വലി ഇതാണ് നമ്മൾ ആക്ച്വൽ മോളിക്കുലർ ആക്ച്വൽ വേപ്പർ പ്രഷർ ബെൻസീൻ്റെ. നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. 0.5 ഗ്രാം ആഡ് ചെയ്തു. എന്തിലേക്കാണ് ആഡ് ചെയ്ത്? 39 ഗ്രാം ബെൻസീനിലേക്ക് ആഡ് ചെയ്തപ്പോൾ ഇറ്റ്സ് വേപ്പർ പ്രഷർ ഡിക്രീസസ് ടു ദിസ് വാല്യൂ. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ആ സബ്സ്റ്റൻസിൻ്റെ മോളിക്കുലാർ മാസ് എന്നുള്ളത്. ഇതേതാ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? നമ്മളെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഓർമ്മണ്ടോ അത്? എന്തായിരുന്നു നമ്മൾ കൊളിഗേറ്റീവ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് പഠിച്ചത് ഓർമ്മണ്ടോ? ഇക്വേഷൻ ഇങ്ങനെയാണ്: P01 മൈനസ് P1 then P01 minus P1 divided by P01 equal to Chi2. then നമ്മൾ പറഞ്ഞിരുന്നു Chi2 equal to N2 divided by N1 plus N2 ആണ്. ഡയല്യൂട്ട് സൊല്യൂഷൻ്റെ കേസിൽ ഇത് N2 ഡിവൈഡഡ് ബൈ N1 ആക്കി എടുക്കാം, N2 ഒഴിവാക്കാം. W2 ഡിവൈഡഡ് ബൈ M2 ഡിവൈഡഡ് ബൈ W1 ഡിവൈഡഡ് ബൈ M1 എന്നൊക്കെ അല്ലേ കിട്ടിയിരുന്നത്. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P01 മൈനസ് P1 ഡിവൈഡഡ് ബൈ P01 ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2 ഡിവൈഡഡ് ബൈ W1 ഡിവൈഡഡ് ബൈ M1 ഇങ്ങനല്ലേ കിട്ടാം. എന്തായിരുന്നു? ഇതെല്ലാ വാല്യൂസും ഇവിടെ ഉണ്ടല്ലോ. എന്തായിരുന്നു? P01 എത്രയാണ്? P01 then ആക്ച്വൽ പ്രഷർ 0.850 മൈനസ്
പിന്നീട് എത്ര കിട്ടിയ 0.845 ഡിവൈഡഡ് ബൈ 0.850 ഈക്വൽ ടു W2 എത്രയാണ് 0.5 ഡിവൈഡഡ് ബൈ M2 ആണല്ലോ കാണേണ്ടത് ഡിവൈഡഡ് ബൈ W1 39 ഡിവൈഡഡ് ബൈ 78 മോളിക്കുലാർ മാസ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നതാണ് എത്ര എന്നുള്ളത്. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഒരു വാല്യൂ മാത്രമല്ലേ കാണാത്തുള്ളൂ. M2 നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടാം 170 ഗ്രാം പെർ മോൾ കിട്ടും. 170 ഗ്രാം പെർ മോൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ആൻസർ കറക്റ്റ് അല്ലേ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം. 170 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ശരിയാ ചെയ്ത് മനസ്സിലായില്ല. ഇത് നമ്മൾ ഫസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ N2 ഡയലൂട്ട് സൊല്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഒക്കെ ചെയ്ത് മനസ്സിലായി വിചാരിക്കുന്നു. നോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോ 10th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 10 നമ്മോട് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അറ്റ് 750 millimeter ഓഫ് മെർക്കുറി ഈസ് 99.6 ഡിഗ്രി സെൽഷ്യസ്, 99.63 ഡിഗ്രി സെൽഷ്യസ്. ഹൗ മച്ച് സുക്രോസ് ഈസ് ടു ബി ആഡഡ് ടു 500 gram ഓഫ് വാട്ടർ then such that it's boil at 100 degree Celsius. ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 degree Celsius ആവണമെങ്കിൽ then 500 gram വാട്ടറിലേക്ക് എത്ര സുക്രോസ് ആഡ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷന് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഡെൽറ്റ ടി ബി ഈക്വൽ ടു 100 മൈനസ് എത്രയാണ്? 99.63 ആണ്. ഇതാണ് ഇവിടെ ഉള്ളത്. ഇത് then ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ. ഇത് എത്ര വാല്യൂ എത്ര കിട്ടുക നിങ്ങൾക്കറിയോ? 0.37 എന്നാണ് കിട്ടുക. 0.37 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് ആയതുകൊണ്ട് കെൽവിനൊക്കെ കൊടുക്കാമല്ലോ. ഇനി ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി. ഇവിടുന്ന് തുടങ്ങാൻ നമുക്ക് എളുപ്പം. ഓർ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ M2 W1 ഇൻറ്റു 1000. നമ്മൾ ഡെൽറ്റ ടി ബി എത്രയാണ്? 0.37 ഈക്വൽ ടു കെ ബി എത്രയാണ്? 0.52 ആണ് വാട്ടറിനുള്ളത്. 0.52 ക്വസ്റ്റ്യനിൽ തരും, ഇല്ലെങ്കിൽ നമ്മൾ കാണാതെ പഠിക്കണം. W2 ആണല്ലോ നമ്മളോട് ചോദ്യം. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞത്? സുക്രോസ് ആണ്. C12H22O11 ചെയ്ത് നോക്കണം. മോളിക്കുലാർ മാസ് 342 എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ കിട്ടും. W1 500 ഗ്രാമിലാണ്. ഇൻറ്റു 1000 നമുക്കിനി ചെയ്യാനുള്ള W2 എന്നുള്ളതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ W2 നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടാം. W2 ചെയ്ത് കഴിഞ്ഞാൽ 121.67 എന്ന് കിട്ടും. 121.67 ഗ്രാം. നിങ്ങൾ ചെയ്ത് നോക്ക്, ആൻസർ കൃത്യമല്ലേ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്ക്. എന്തൊക്കെ ചെയ്ത് 0.37 നമ്മൾ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ്. 500 ഗ്രാം വാട്ടറിലേക്കാണ്. പിന്നെ 0.52 കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ് ആണ് നമ്മൾ കെ ബി കിട്ടുക. അത് ഡയറക്റ്റായിട്ട് ബാക്കി ചെയ്യും. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ. then calculate the mass of ascorbic acid, vitamin C, ascorbic acid, then to be dissolved in 75 gram of acetic acid to lower its melting point by 1.5 degree Celsius. എന്താ ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് ascorbic acid to be dissolved in 75 gram of acetic acid. ഇതേ ascorbic acidൻ്റെ ഫോമിലേക്ക് അവർ തരുന്നുണ്ട്. C6H8O6 എന്നൊക്കെ തരുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി ഓർ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ M2 W1 ഇൻറ്റു 1000. ഓക്കെ, എത്രയായിരുന്നു ഡെൽറ്റ ടി എഫ്? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ് ഇവിടെ. 1.5 ആണ് അവർ പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എഫ്. നിങ്ങൾക്കറിയാം വാട്ടറിന് 1.86. കെ എഫ് വാട്ടർ അല്ലല്ലോ, അത് അസ്കോർബിക് ആസിഡ് ഡിസോൾഡ് അസറ്റിക് ആസിഡ് ആണ്. അപ്പോൾ 3.9 എന്നാണ് അവർ തന്നിട്ടുള്ളത്. കെ എഫ് എത്ര തന്നിട്ടുള്ളത്? അസറ്റിക് ആസിഡ് 3.9. W2 ആണ് ചോദിച്ചത്. ഡിവൈഡഡ് ബൈ മോളാർ മാസ് അസ്കോർബിക് ആസിഡ് ഇതേപോലെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 176 എന്ന് കിട്ടും. 176. ഇനി W1 എത്ര ഗ്രാം അസറ്റിക് ആസിഡിലേക്കാണ്? 75 ഗ്രാം ആണ്. അപ്പോൾ ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ W2 ഈക്വൽ ടു ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ മെത്തേഡിൽ 5.08 ഗ്രാം എന്ന് കിട്ടും. 5.08 ഗ്രാം. ക്വസ്റ്റ്യൻ മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ. Calculate the osmotic pressure in pascal exerted by a solution prepared by dissolving 1 gram of polymer of molar mass
1,85,000 in 450 ml of solution of water at 37 degrees Celsius. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി പറയാം. ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെത്തേഡ് വെച്ചിട്ട് ദെൻ ഒക്കെ ഉള്ളൊരു കാൽക്കുലേഷനാണ്. ഓസ്മോട്ടിക് പ്രഷർ ഇൻ പാസ്കൽ ആണ് ചോദിച്ചത്. പൈ ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് CRT എന്ന് പഠിച്ചത് ഓർമ്മ ഉണ്ടോ? ദെൻ എന്താ സി എന്നുള്ളത് നമ്മൾ ബാക്കി എന്തൊക്കെയാണ് പറഞ്ഞത്? പൈ ഇസ് ഈക്വൽ ടു CRT. പിന്നെ കാൽക്കുലേറ്റ് ദി ഓസ്മോട്ടിക് പ്രഷർ ഇൻ പാസ്കൽ exerted by exerted by a solution prepared by dissolving 1 gram polymer ആണ്. 1,85,000 ആണ് മുപ്പര മോളിക്കുലാർ മാസ്. 450 ml സൊല്യൂഷൻ ആണുള്ളത്. 450 ml ഓഫ് വാട്ടർ ആണ്. 37 ഡിഗ്രി സെൽഷ്യസ്. ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. ഇവിടെ പൈ ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് CRT എന്ന് പറഞ്ഞാൽ N2RT/V ആണ്. ഓർ പൈ ഇസ് ഈക്വൽ ടു N2 എന്ന് പറഞ്ഞാൽ W2/M2RT/V എന്നാണല്ലോ പഠിച്ചത്. ഓക്കെ, ഇനിയും ദെൻ പൈ എങ്ങനെ നമ്മൾ W2 എത്രയാണത്? W2 1. ദെൻ ഇനി M2 എത്രയാണ്? 1,85,000 ആണ്. 85,000. ഇനി ആറിൻ്റെ വില എത്രയാണ്? നമ്മൾ എത്ര ആറിൻ്റെ വില എടുക്കുക? ദെൻ 0.0821 0.0821 ആയിക്കോട്ടെ. 821 എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് വെച്ചാൽ വോള്യൂം ലിറ്ററിലല്ലേ എടുത്ത്. അപ്പോൾ അത് ആ ലിറ്ററിലുള്ള വാല്യൂ തന്നെ വേണം. ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് 37 എന്നുള്ളത് ദെൻ ഓക്കെ പ്ലസ് 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 310 ഡിവൈഡഡ് ബൈ വോള്യൂം എത്രയാണ് പറഞ്ഞത്? 450 ml അല്ല, ലിറ്ററിലേക്ക് മാറ്റം 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 3.05 ഇൻറ്റു 10⁻⁻4 അറ്റ്മോസ്ഫിയർ എന്നാണ് കിട്ടുക. പക്ഷേ കാൽക്കുലേഷനിൽ പ്രത്യേകം നമ്മോട് പറയുന്നുണ്ട് പാസ്കലിൽ വേണമെന്ന് പറയുന്നുണ്ട്. എന്താ 1 പാസ്കലായിട്ടുള്ള ബന്ധം എന്താണ്? പാസ്കലും അറ്റ്മോസ്ഫിയറും 1 ATM ഈക്വൽ ടു 1.01 ഇൻറ്റു 10⁻5 പാസ്കൽ എന്നാണ്. അപ്പോൾ ഇതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3.05 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു 1.01 ഇൻറ്റു 10⁻5 ഇത്രയും പാസ്കലായിരിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 30.8 പാസ്കൽ എന്ന് കിട്ടും. 30.8 പാസ്കൽ. ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലായോ? ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും എന്താണ് ഇവിടെ 0.0821 എടുത്തതെന്നുള്ളത്. എന്തിനടുത്ത്? ലിറ്ററിൽ ഈ വാല്യൂ ശരിയാവാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഇപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ നമ്മൾ മിക്കവാറും എല്ലാ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്തു. സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ മിക്കവാറും എല്ലാ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ട്. ഇനി നിങ്ങൾ ടെക്സ്റ്റിൻ്റെ പുറകിൽ ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ ടെക്സ്റ്റിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ കാര്യമായിട്ട് ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല. നിങ്ങൾ ആ ക്വസ്റ്റ്യനിലൂടെ പോയി നോക്കുക. ഒന്നുകൂടിയും ഈ ചെയ്ത ക്വസ്റ്റ്യൻസിനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ 5th മൊഡ്യൂൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.